ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് എന്താണെന്ന് മനസ്സിലാക്കാം. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം റോ മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് അത് കൺസ്യൂമറിന്റെ കയ്യിൽ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്, അതിന്റെ കോർഡിനേഷൻ, പ്ലാനിങ്, ഇതെല്ലാത്തിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഇന്റർനാഷണൽ ട്രേഡിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അത് എങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്. നമുക്ക് ആദ്യം എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് നോക്കാം. SCM എന്ന് വിളിക്കും. അതിന്റെ മീനിങ് ഇതാണ്: സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ പ്ലാനിങ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ഇത് ഈ മൂന്ന് കാര്യങ്ങൾ, പ്ലാൻ ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, എന്തിനാണ്? ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ പ്രൊഡ്യൂസിങ് ആൻഡ് ഡെലിവറിങ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഡെലിവർ ചെയ്ത്, ഒരു ഉൽപ്പാദിപ്പിച്ച് പ്രൊഡ്യൂസർ ഉൽപ്പാദിപ്പിച്ച് അത് കൺസ്യൂമറിന്റെ കയ്യിൽ എത്തുന്നവരെയുള്ള ഈ അതിന്റെ പ്ലാനിങ്ങുകൾ, അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന കാര്യം, അതിന്റെ നിയന്ത്രണം, ഇതിനെല്ലാം കൂടെ ചേർത്താണ് SCM എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫ്രം റോ മെറ്റീരിയൽസ് ടു ദ ഫൈനൽ കൺസ്യൂമർ. ഞാൻ പറഞ്ഞില്ലേ, ഒരു റോ മെറ്റീരിയൽ വെച്ച് ഒരു ഫൈനൽ ഉൽപ്പന്നം ഉണ്ടാക്കി അത് ഫൈനൽ കൺസ്യൂമറിന്റെ കയ്യിൽ എത്തുന്ന വരെയുള്ള ആ ഒരു കാര്യമാണ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ SCM പ്രധാനമായിട്ടും വരുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ്, ഇൻഫർമേഷൻ, ഫൈനാൻസ്. ഈ മൂന്ന് കാര്യങ്ങളുടെ ഫ്ലോ ആണ് വരുന്നത്. ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു ഉപയോഗിച്ചിട്ട് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നവരെയുള്ള കാര്യങ്ങൾ. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ ഇൻഫർമേഷൻ വേണം, അതിന്റെ ഓർഡർ, കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുന്നത്, അതിന്റെ ട്രാക്കിങ്, പിന്നെ ഡിമാൻഡ് ഡേറ്റ, അതായത് എത്ര ആൾക്കാർക്ക് ഇത് ആവശ്യമാണെന്നുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഇൻഫർമേഷൻ വരുന്നത്. ഫൈനാൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ്, ഇപ്പോൾ റോ മെറ്റീരിയൽ പേയ്മെന്റ് ആവാം, എന്തായാലും അതിന്റെ പേയ്മെന്റ് കൺസ്യൂമർ പേ ചെയ്യുന്നതാവാം. പിന്നെ ക്രെഡിറ്റ്, അതിന്റെ വായ്പാ സൗകര്യങ്ങൾ, ട്രാൻസാക്ഷൻസ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും, അത് കൺസ്യൂമറിന്റെ കയ്യിൽ ഉൽപ്പന്നം എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാമാണ് ഈ SCM വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ കമ്പോണൻസ് നോക്കാം. കീ കമ്പോണൻസ് ഓഫ് SCM. അതിൽ ഒന്നാമത്തത് സോഴ്സിങ്. സോഴ്സിങ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് ആണ്. അത് റോ മെറ്റീരിയൽ വേണ്ടേ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട്, അത് ഒപ്റ്റെയിനിങ് റോ മെറ്റീരിയൽസ് ഫ്രം സപ്ലൈസ്. അപ്പോൾ സപ്ലയറിന്റെ കയ്യിൽ, റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് അത് എടുക്കും. ഇപ്പം ഒരു ടയർ മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിന് റബ്ബർ വേണം. അപ്പോൾ ആ റബ്ബർ പ്രൊവൈഡ് ചെയ്യുന്ന ആളിൽ നിന്ന് ആ റോ മെറ്റീരിയൽസ് എടുക്കുക എന്നുള്ളത്. ഓക്കെ, അത് പ്രൊഡക്ഷൻ. അത് ഓഫ് കോഴ്സ് നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷനാണ്. അത് മാനുഫാക്ചറിങ് എന്ന് പറയും. കൺവെർട്ടിങ് ഇപ്പൊ കിട്ടിയ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ, അടുത്ത് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇപ്പം പ്രൊഡ്യൂസ് ചെയ്ത ഉടനെ നേരെ കൺസ്യൂമറിന്റെ കയ്യിൽ എത്തിക്കാൻ പറ്റില്ല. അതിന് ഓർഡർ വരണം, ഡിമാൻഡ് വരണം, എന്നാലേ വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ സാധനങ്ങൾ സൂക്ഷിക്കണ്ടേ. അപ്പം അത് ഗോഡൗണിൽ ഇൻവെന്ററി ആയിട്ട് സൂക്ഷിക്കണം. ഓക്കെ, സ്റ്റോറിങ് ഗുഡ്സ് എഫിഷ്യൻ്റ്ലി ടു അവോയ്ഡ് ഷോർട്ടേജ് ഓർ എക്സസ്. അതായത് ഷോർട്ടേജോ എക്സസോ വരാതെ, അതായത് സാധനങ്ങൾ ഒരുപാട് ഡിമാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യാനുസരണം എടുത്ത് കൊടുക്കാം. ഓക്കെ, ഷോർട്ടേജ് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം, നമുക്ക് ആ സ്റ്റോറേജിൽ നിന്ന് എടുത്ത് കൊടുക്കാം. എല്ലാ പെരിഷബിൾ ഗുഡ്സ് പറ്റത്തില്ല, ഫുഡ് ഐറ്റംസ് ഒന്നും ഇങ്ങനെ നടക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു സ്റ്റോറേജ് ആണ് അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ. അത് ഈ കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന്, എവിടെ നിന്നാണോ സാധനം എത്തിക്കേണ്ടത് അവിടെ നിന്ന് കൺസ്യൂമറിന്റെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അതാണ് ട്രാൻസ്പോർട്ടേഷൻ. അതിനെ ലോജിസ്റ്റിക്സ് എന്ന് പറയും. അത് മൂവിങ് ഗുഡ്സ് ബിറ്റ്വീൻ സപ്ലയേഴ്സിന്റെ കയ്യിൽ, അതായത് ആ ഒരു മൂവ്മെന്റ്, ഗുഡ്സിന്റെ മൂവ്മെന്റ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്, സപ്ലയറുടെ കയ്യിൽ നിന്നുള്ള മൂവ്മെന്റ്. ഇപ്പോൾ അതായത് ലോജിസ്റ്റിക്സിൽ ഇതെല്ലാം വരും. ഇപ്പൊ നമ്മുടെ സപ്ലയറുടെ കയ്യിൽ നിന്നും സാധനം എടുത്ത് നമുക്ക് പ്രൊഡക്ഷൻ പ്ലാന്റിൽ കൊണ്ടുപോകണം. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം? സ്റ്റോറേജിൽ കൊണ്ടുപോകണം. അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എടുത്ത് കൺസ്യൂമറിന് വിൽക്കണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചേർന്ന് വരുന്ന ഒറ്റ പേരാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഇതിൽ അടുത്ത കീ കമ്പോണന്റ് ആണ്. അടുത്തെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇതിന്റെ വിതരണം, കറക്റ്റ് കൺസ്യൂമറിന്റെ കയ്യിൽ എത്തിക്കുക എന്നുള്ളത്. ഡെലിവറിങ് ഫൈനൽ പ്രൊഡക്ട്സ് ടു ദ കൺസ്യൂമേഴ്സ് ഓർ റീറ്റെയിലറുടെ കയ്യിലോ കൺസ്യൂമറിന്റെ കയ്യിലോ എത്തിക്കുക എന്നുള്ളത്. അടുത്തത് ഇൻഫർമേഷൻ ഫ്ലോ ആണ്. അതായത് ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിലേക്ക് ഇപ്പം ഇത്ര റോ മെറ്റീരിയൽ ഷോർട്ടേജ് ഉണ്ട്, എത്രയും പെട്ടെന്ന് എത്തിക്കുക. അതെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് ഇത്ര സാധനങ്ങൾ എക്സ്ട്രാ ആവശ്യമുണ്ട്, അപ്പോൾ അധികം പ്രൊഡ്യൂസ് ചെയ്യുക. ആ കറക്റ്റ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് പാസ് ചെയ്താലേ SCM കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതായത് അപ്പോൾ അതിൽ വരുന്ന ഇൻഫർമേഷൻ ഫ്ലോയിൽ വന്ന് ഷെയറിംഗ് ഡേറ്റ അക്രോസ് ഓൾ സ്റ്റേജസ് ഫോർ ബെറ്റർ കോർഡിനേഷൻ. എല്ലാ സ്റ്റേജും, ഇപ്പം പിന്നെ റോ മെറ്റീരിയൽ സ്റ്റേജ് ആയാലും പ്രൊഡക്ഷൻ സ്റ്റേജ് ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും എല്ലാ സ്റ്റേജിലും കറക്റ്റ് ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു ഡേറ്റ എത്തിക്കുക എന്നാണ് ഇതിന്റെ അടുത്തെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഈ SCM ഒബ്ജക്റ്റീവ്സ് ആണ്, ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് SCM ലക്ഷ്യങ്ങൾ? ആദ്യത്തത് റെഡ്യൂസ് കോസ്റ്റ് കുറയ്ക്കുക, ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഉൽപ്പാദന ചിലവായാലും വിതരണ ചിലവായാലും എന്തായാലും. അടുത്തത് ഇംപ്രൂവ് എഫിഷ്യൻസി. എഫിഷ്യൻ്റ് ആയിട്ട് എന്താണ് ആ പ്രൊഡക്ഷൻ്റെ ആയാലും എന്താണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതായാലും എന്നുണ്ടെങ്കിൽ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതായാലും നന്നായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്, ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. അടുത്തത്
എൻഷുർ ടൈംലി ഡെലിവറി, കസ്റ്റമർ ആവശ്യപ്പെടുമ്പോഴത്തേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിക്കുക എന്നുള്ളത്. അടുത്തത് എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ തൃപ്തികരമായിട്ട് ആ പ്രൊഡക്റ്റ് പ്രയോജനപ്പെട്ടോ, അദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡ് ആണോ, നല്ല റേറ്റിംഗ് കൊടുത്തോ എന്നുള്ളത്. അടുത്തത് മെയിൻറ്റെയിൻ സ്മൂത്ത് കോർഡിനേഷൻ, നല്ല കോർഡിനേഷൻ വെച്ചാൽ എല്ലാ ഇപ്പം പ്രൈമറി സെക്ടറിൽ നിന്ന്, അതായത് പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നിടത്ത് തൊട്ട് കസ്റ്റമറിന്റെ കയ്യിൽ എത്തുന്ന വരെയുള്ള ആ ഒരു കോർഡിനേഷൻ, ആ ഒരു സഹകരണം ഉറപ്പുവരുത്തുക. ഇതെല്ലാമാണ് എന്താന്ന് പറയുന്നത് SCMന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ SCM ഇന്റർനാഷണൽ ട്രേഡിൽ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തെന്ന് നോക്കാം. ഇമ്പാക്ട് ഓഫ് SCM ഓൺ ഇന്റർനാഷണൽ ട്രേഡ്. അതിൽ ആദ്യത്തേത് റിഡക്ഷൻ ഇൻ ട്രേഡ് കോസ്റ്റ് ആണ്. അത് അന്താരാഷ്ട്ര കച്ചവടം നടത്തുമ്പോഴത്തേക്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുമ്പോഴത്തേക്ക് ട്രേഡ് കോസ്റ്റ് കുറയ്ക്കുന്നു, അതിൻ്റെ ഒരു ചിലവ് കുറയ്ക്കുന്നു. അത് എഫിഷ്യൻറ്റ് SCM റെഡ്യൂസസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നു, അത് എന്താണ് സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കുന്നു, ഹാൻഡിലിംഗ് കോസ്റ്റ് എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറയ്ക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. അടുത്തത് ദിസ് മേക്സ് എക്സ്പോർട്ട്സ് ചീപ്പർ ആൻഡ് മോർ കോമ്പറ്റീറ്റീവ് ഗ്ലോബലി. അത് മറ്റ് രാജ്യങ്ങളിലേക്ക്, ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് ചീപ്പറായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും, നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇതെല്ലാം കുറവാണല്ലോ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവാണ്, സ്റ്റോറേജ് കോസ്റ്റ് കുറവാകുമ്പോഴത്തേക്ക് നമുക്ക് വില കുറച്ച് വിൽക്കാൻ കഴിയും. അപ്പോൾ മറ്റ് ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. അടുത്ത ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ഡെലിവറി അക്രോസ് ബോർഡേഴ്സ്. അത് വിദേശ രാജ്യങ്ങളിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ മോഡേൺ SCM യൂസസ് ടെക്നോളജി, മോഡേൺ SCM ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ട്രാക്കിങ്, ഓട്ടോമേഷനൊക്കെ സാധ്യമാകും, പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതെന്തിനെ എനേബിൾ ചെയ്യും? ക്വിക്ക് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, പെട്ടെന്ന് ഇപ്പം ഫ്ലൈറ്റിൽ ഗുഡ് എത്തിക്കാൻ കഴിയും, അതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അടുത്തത് റെഡ്യൂസ്ഡ് ഡിലേസ് അറ്റ് പോർട്സ് ആൻഡ് കസ്റ്റംസിലൊക്കെ ഒരുപാട് ഡിലേ ഒന്നും വരത്തില്ല, അത് അവിടെ പിടിച്ചെടുത്തൊന്നുമില്ല, പെട്ടെന്ന് ഗുഡ്സുകൾ എത്തിക്കാൻ കഴിയും. ഓക്കെ, അപ്പം പ്രൊമോട്ട്സ് ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ ഇൻ ഗ്ലോബൽ മാർക്കറ്റ്സ്. അതായത് ആവശ്യപ്പെടുമ്പോൾ തന്നെ പെട്ടെന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിൽക്കാൻ കഴിയുന്ന, ഗ്ലോബൽ മാർക്കറ്റിൽ വരെ പെട്ടെന്ന് ആവശ്യാനുസരണം എത്തിക്കാൻ കഴിയും. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പോൾ ഒരുപാട് ടെക്നോളജി വളർന്നിട്ടുണ്ട്, അപ്പോഴത്തേക്ക് പെട്ടെന്ന് എക്സ്പോർട്ട് സാധ്യമാവും. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് ഗ്ലോബൽ മാർക്കറ്റ്സ്. എക്സ്പാൻഷൻ ഓഫ് ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പല രാജ്യങ്ങളിൽ വിൽക്കാൻ കഴിയും സാധനങ്ങൾ. ഇപ്പോൾ പല ഭാഗങ്ങളിൽ വിൽക്കുമ്പോഴത്തേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഒരുപാട് വിദേശ നാണ്യം നമുക്ക് കിട്ടും എന്നുള്ളത്. അതായത് കമ്പനീസ് ക്യാൻ സോഴ്സ് റോ മെറ്റീരിയൽസ് ഫ്രോം ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പം ഇതിൽ വരുന്ന വെച്ചാൽ കമ്പനീസിന് പല രാജ്യങ്ങളിൽ നിന്നും റോ മെറ്റീരിയൽസ് എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു രാജ്യത്ത് നിന്ന് നമുക്ക് ഒരു രാജ്യത്തില്ലെങ്കിൽ അടുത്ത രാജ്യത്ത് നിന്ന് റോ മെറ്റീരിയൽ എത്തിക്കാൻ കഴിയും. സെൽ പ്രോഡക്ട്സ് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ആ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കും. എൻകറേജസ് ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റ്സ്. അത് ഗ്ലോബലൈസേഷൻ എൻകറേജ് ചെയ്യും, അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ വ്യാപകമായിട്ട് വിറ്റഴിക്കാൻ സാധിക്കും. അടുത്ത ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് കോമ്പറ്റിറ്റീവ്നെസ് ആണ്. അത് മത്സരം വർദ്ധിക്കും രാജ്യങ്ങൾ തമ്മിൽ. അതായത് കൺട്രീസ് ആൻഡ് ഫേംസ് വിത്ത് സ്ട്രോങ് SCM, നല്ല SCM സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉള്ള രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഗുഡ്സ് ഡെലിവർ ചെയ്യാൻ പറ്റും. ഡെലിവർ ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ് ഫാസ്റ്റർ. നല്ല ക്വാളിറ്റിയുള്ള ഗുഡ് പെട്ടെന്ന് ഡെലിവർ ചെയ്യാൻ സാധിക്കും. അപ്പോഴേക്കൊരു ഒരു അന്താരാഷ്ട്രമായിട്ടുള്ള ഒരു മത്സരം അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിടിച്ചിരിക്കാൻ സാധിക്കും മാർക്കറ്റിൽ. മെയിൻറ്റെയിൻ റിലയബിലിറ്റി, അവരെ വിശ്വസിക്കാം എന്നുള്ള ആ ഒരു വിശ്വാസത അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഗെയിൻ അഡ്വാൻറ്റേജ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. അപ്പോൾ അന്താരാഷ്ട്ര ട്രേഡിൽ ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ കഴിയും നല്ല SCM ഉള്ള രാജ്യങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമീസ് ആണ്. എക്കണോമീസിനെ, സമ്പദ് വ്യവസ്ഥകളെ തമ്മിൽ, രാജ്യങ്ങളെ തമ്മിൽ ഇന്റഗ്രേറ്റ്, ഒന്നിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. അതായത് SCM കണക്ട്സ്. ഇപ്പം സപ്ലയേഴ്സ് ഏഷ്യയിലാണുള്ളത്, റോ മെറ്റീരിയൽസ് വരുന്നത് ഏഷ്യയിൽ നിന്നാണ്, അവിടെ നിന്ന് എടുത്ത് യൂറോപ്പിലെത്തിക്കും. പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂറോപ്പിലാണ്, അപ്പം മാനുഫാക്ചർ യൂറോപ്പിലായിരിക്കും. ഓക്കെ, അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അത് മേടിക്കുന്ന അമേരിക്കക്കാരായിരിക്കും, കൺസ്യൂമേഴ്സ് അമേരിക്കയിലാണ് ഉള്ളത്. അപ്പം 3 കോണ്ടിനെന്റാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വേൾഡിനെ തന്നെ ഒരു ലിങ്ക് ആയിട്ട് മാറ്റാൻ SCMലൂടെ സാധിക്കും. അപ്പോൾ എഫക്റ്റീവ് SCMലൂടെ സാധിക്കും. ലീഡ്സ് ടു ഇന്റർ ഡിപ്പെൻഡൻസ് എമംഗ് കൺട്രീസ്. രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ആശ്രയത്വം, രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച ഒരു ഗ്ലോബലൈസേഷൻ, ഒരു ഗ്ലോബൽ ചെയിൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രേഡ്. ഇത്രയും പറഞ്ഞത് നമുക്ക് മനസ്സിലാവും, വ്യക്തമാണ്. എന്താണ് കൊമേഴ്സ് വർദ്ധിക്കും, ഡിജിറ്റൽ ട്രേഡ്, ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് ഉണ്ടാവും. അതായത് എഫിഷ്യൻറ്റ് സപ്ലൈ ചെയിൻ സപ്പോർട്ട്. നല്ലൊരു എഫിഷ്യൻറ്റ് സപ്ലൈ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് ക്രോസ് ബോർഡർ കൊമേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ക്രോസ് ഇന്റർനാഷണൽ ട്രേഡിനെ അങ്ങോട്ട് കയറ്റുമതി ചെയ്യാന്നുള്ളത്, രാജ്യത്തിന്റെ അതിർത്തി വിട്ട് മറ്റു രാജ്യത്തിലേക്ക് സെല്ല് ചെയ്യാന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യും, പെട്ടെന്ന് എത്തിക്കാം. ഓൺലൈൻ ഗ്ലോബൽ റീറ്റെയിൽ ബിസിനസ് ഇല്ല. അപ്പം അത് നമുക്ക് ഡൊമസ്റ്റിക് റീറ്റെയിൽ ഉണ്ട്, ഈ രാജ്യങ്ങൾ റീറ്റെയിൽ എടുത്തിട്ട് ഈ രാജ്യത്ത് തന്നെ വിറ്റഴിക്കുന്നത്. ഇപ്പം ഗ്ലോബൽ റീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റു രാജ്യങ്ങളിൽ ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്ത് അവിടെ ആ രാജ്യത്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ മറ്റു കസ്റ്റമേഴ്സിന് വിൽക്കുന്ന ഒരു സമ്പ്രദായം. ഓക്കെ, അപ്പോൾ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഈ ഒരു ഗ്ലോബൽ റീറ്റെയിൽ സാധ്യമാവുന്നു.
എക്സ്പാൻസ് ഇന്റർനാഷണൽ ട്രേഡ് ഈവൻ ഫോർ സ്മോൾ ബിസിനസ്. അത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇന്റർനാഷണൽ ട്രേഡ് ചെറിയ ബിസിനസ്സുകൾക്ക് വരെ ഇന്റർനാഷണൽ ട്രേഡ് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള SCM ഉണ്ടെങ്കിൽ. ഓക്കെ, അടുത്തത് റിസ്ക് മാനേജ്മെന്റ് ഇൻ ഗ്ലോബൽ ട്രേഡ്. എന്തെങ്കിലും റിസ്ക്, അതായത് ഗ്ലോബൽ ട്രേഡിൽ റിസ്ക് ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ റിസ്കുകൾ വരുന്നത്? ഇപ്പം സപ്ലൈ ഡിസ്റപ്ഷൻസ് ഒരു റിസ്ക് ആണ്. അതായത് സപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാൻ സാധിക്കും, അത് മാനേജ് ചെയ്യാൻ സാധിക്കും. പൊളിറ്റിക്കൽ റിസ്ക്, എന്തെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ സാധിക്കും. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റോറേജ് സംവിധാനത്തിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സംവിധാനത്തിലൂടെ അത് കവറപ്പ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ റിസ്കുകളാണ്. ഇത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അടുത്തത് എൻഷുവേഴ്സ് കണ്ടിന്യൂറ്റി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഫ്ലോസ്. ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗുഡ്സിന്റെ ഒരു ഇന്റർനാഷണൽ ഫ്ലോ അവിടെ ഉറപ്പുവരുന്നു. ഇതിന്റെ കൺക്ലൂഷനായിട്ട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇന്റർനാഷണൽ ട്രേഡ്. ഇപ്പോൾ മോഡേൺ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടാണ് ഈ SCM വർക്ക് ചെയ്യുന്നത്. അപ്പം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു SCM ആണെന്നുണ്ടെങ്കിൽ അത് കോസ്റ്റ് കുറയ്ക്കും, റെഡ്യൂസസ് കോസ്റ്റ്, സ്പീഡ്സ് അപ്പ് ഡെലിവറി, അതായത് പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കും. ആൻഡ് കണക്ട്സ് ഗ്ലോബൽ മാർക്കറ്റ്, അത് രാജ്യത്ത് ഉടനീളമുള്ള മാർക്കറ്റുകളെ കണക്ട് ചെയ്യാൻ അതിന് സാധിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ദെയർ ബൈ പ്രൊമോട്ടിങ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഗ്ലോബലൈസേഷൻ, അത് എക്കണോമിക് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, ഗ്ലോബലൈസേഷനെയും പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.